ആവശ്യക്കാർ ചോദിച്ചു വന്നിട്ടാണ് ഞാൻ കടം കൊടുക്കുന്നത്. അതിന്റെ ലാഭം എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് വേണിക്കും. പാവപ്പെട്ടവരുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്നതിനെയാണ് ഞാൻ എതിർത്തത്. നിങ്ങൾ ചെയ്യുന്നത് കച്ചവടമല്ല, കഴുത്തറക്കലാണ്. 1000 രൂപ കൊടുത്ത് 2000-ഓ 3000-ഓ ഒക്കെ തിരിച്ചു വാങ്ങുക. നബി തിരുമേനി വ്യഭിചാരത്തോട് ഉപമിച്ച കൊള്ളപ്പലിശ. നിങ്ങളൊക്കെ ബാങ്ക് ഇടപാട് നടത്തുന്നില്ലേ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? നാട്ടുകാരൊക്കെ മധുരം കഴിക്കുന്നില്ലേ, പിന്നെന്താ മദ്യം കഴിച്ചാൽ എന്ന് പറയുന്ന പോലെയാണിത്. വൻ പാപത്തെ മറ്റു കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് ലഘൂകരിക്കരുത്. പലിശ ഹറാമാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമാണുള്ളത്. എന്തുകൊണ്ടോ മുതലാളിത്തത്തിന്റെ പിറകെ പോകുന്ന ലോകം പലിശ ഹലാലാക്കി. നമ്മുടെ നാട്ടിൽ ബാങ്കിനു പകരം സിസ്റ്റമാറ്റിക്കായ മറ്റൊരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നാം ഒക്കെ അതിനെ ആശ്രയിക്കുന്നു. പക്ഷേ അതൊന്നും വ്യക്തിതലത്തിൽ പലിശ വാങ്ങാനുള്ള ഒരു ന്യായമല്ല. മാത്രവുമല്ല, നമ്മുടെ സർക്കാരിനെതിരെയുള്ളൊരു നീക്കം കൂടിയാണത്. ഓഹോ, അതുകൊണ്ട്